അമേരിക്കയുടെ മിസൈലുകൾ പ്രയോഗിച്ചാൽ തിരിച്ചടി നൽകുമെന്ന് ഉക്രൈൻ റഷ്യയുടെ താക്കീതുണ്ടല്ലോ. അത്തരം നീക്കം അമേരിക്കയുടെയും സഖ്യരാജ്യങ്ങളുടെയും റഷ്യക്കെതിരായ വിദ്വേഷമായി കണക്കാക്കുമെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നുമുണ്ട്. അപ്പോൾ ഈ ഒരു തരത്തിൽ റഷ്യയുടെ ഒരു താക്കീത് തന്നെയാണല്ലോ ഈ ഒരു സംഭവത്തിലൂടെ വരുന്നത്. അതായത് അമേരിക്ക നൽകിയ മിസൈലുകൾ പ്രയോഗിച്ചാൽ ശക്തമായി തിരിച്ചടിക്കും എന്നുള്ളതാണ് ഉക്രൈന് റഷ്യ നൽകുന്ന താക്കീത്. ഐസൻ ജോസ്. തീർച്ചയായും വിനോദ്, യുക്രൈന് മാത്രമല്ല ഈ താക്കീത് എന്നതാണ് ആ രീതിയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കേണ്ടത്. പ്രധാനമായും എടുത്തു പറയേണ്ടത് റഷ്യ വളരെ കൃത്യമായി ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു, ഏതെങ്കിലും രീതിയിൽ, അതായത് ആർമി ടാക്ടിക്കൽ മിസൈൽ എന്ന് പറയുന്ന സംവിധാനം, അതായത് അമേരിക്ക യുക്രൈന് നൽകിയ മിസൈൽ സംവിധാനമാണത്. വളരെ ദൂരത്ത് 300 മുതൽ 400 മീറ്റർ റേഞ്ചിൽ പ്രയോഗിക്കാൻ സാധിക്കുന്ന ഈ മിസൈലുകൾ റഷ്യക്കെതിരെ പ്രയോഗിക്കുകയാണെങ്കിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്ന് തന്നെ റഷ്യ വളരെ കൃത്യമായി പറയുന്നു. ആ പറയുന്നതിൽ വളരെ ഗൗരവത്തോടെ അടിവരയിട്ട് പറയേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ആക്രമണം നടത്താനുള്ള ഒരു തീരുമാനം യുക്രൈന്റെ ഭാഗത്ത് നിന്നുണ്ടാവുകയാണെങ്കിൽ, അതേ ആയുധങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് നാറ്റോ സഖ്യം യുക്രൈന് നൽകുന്ന പിന്തുണയായി ഇതിനെ കണക്കാക്കുമെന്നാണ് ഇന്നലെ റഷ്യ വ്യക്തമാക്കിയത്. സ്വാഭാവികമായും ഇന്നും അതുതന്നെയാണ്. അമേരിക്കയും ഉപഗ്രഹ രാജ്യങ്ങളും അല്ലെങ്കിൽ സാറ്റലൈറ്റുകൾ എന്ന രീതിയിലാണ് അത് അവർ കൃത്യമായി പറഞ്ഞത്. അത്തരത്തിലുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ചേർന്ന് ഈ ഒരു ആക്രമണത്തിന് പിന്തുണ നൽകുന്നു എന്ന് തന്നെ കണക്കാക്കി കാര്യമായ പ്രതികരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് പറഞ്ഞത്. സ്വാഭാവികമായും യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ എല്ലാം തന്നെ ആക്രമണം നടത്തിയേക്കാവുന്ന ഒരു സൂചനയും അതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ റഷ്യയുടെ നിലപാട് ഏറെ ഗൗരവമർഹിക്കുന്ന ഒരു വിഷയമാണ്. നമുക്കറിയാവുന്നതാണ്, ഇക്കഴിഞ്ഞ ദിവസമാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 1000 ദിവസം തികഞ്ഞിരിക്കുന്നു ഈ റഷ്യ യുക്രൈൻ യുദ്ധത്തിന്. ആ ഒരു പശ്ചാത്തലത്തിൽ 1000 ദിവസം തികഞ്ഞൊരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള ആർമി ടാക്ടിക്കൽ മിസൈലുകളെല്ലാം തന്നെ പ്രയോഗിക്കാനുള്ള ഒരു അനുമതി ജോ ബൈഡൻ യുക്രൈന് നൽകുകയും ചെയ്തത്. എന്നാൽ അത് പ്രയോഗിക്കുകയാണെങ്കിൽ തിരിച്ചടി അതീവ ഗൗരവമുള്ളതായിരിക്കുമെന്ന് തന്നെയാണ്. വളരെ വ്യക്തമാണ്. ഉക്രൈനാണ് റഷ്യയുടെ താക്കീത് നൽകിയിട്ടുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസ്.